വൈകിട്ട് 5:00 ഈ സംഭവം നടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും എത്രത്തോളം ഭയാനകമാണെന്നുള്ളത്. കാരണം ആ കാർ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ആ കാറിൽ മക്കളെയും കൂട്ടി ഔട്ടിങ്ങിന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ കാറ് പൊട്ടിത്തെറിച്ചെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ അമ്മ എൽ സി മാർട്ടിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മൂത്ത മകൾ മാത്രമാണ് ഇപ്പോൾ പാലക്കാട്ടെ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്നത്. ഇളയ 2 മക്കൾ ആൽഫിൻ, എമി എന്നിവരെ ഇപ്പോൾ അടിയന്തരമായിട്ട് തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. പൊള്ളലിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ അതിവേഗം ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ എൽ സിയുടെ ഭർത്താവ് ഏകദേശം 2 മാസം, അതായത് 55 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. ക്യാൻസർ ബാധിതനായിരുന്നു. എൽ സി ഈ പാലക്കാട്ടെ പലന ആശുപത്രിയിലെ നേഴ്സായിരുന്നു. അവർ ഈ ഭർത്താവിൻ്റെ മരണശേഷം 2 ദിവസം മുമ്പാണ് ജോലിയിൽ പ്രവേശിച്ചത്. അതിന് മുമ്പ് ചെറിയൊരു ശസ്ത്രക്രിയയ്ക്കും വിധേയയായിരുന്നു. ഇപ്പോൾ വൈകിട്ട് കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത്. എൽസിയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. അമ്മ കയറുന്നതിന് മുമ്പാണ് ഈ സ്ഫോടനം ഉണ്ടായത്. എൽസി തന്നെ മക്കളെ പിടിച്ച് പുറത്തിട്ടു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ചേട്ടാ, ഈ സംഭവം എപ്പോഴാണ് അറിഞ്ഞത്? 5 മണിയാകുമ്പോൾ ഇവിടെ നിന്നപ്പോൾ 2 ആംബുലൻസ് പെട്ടെന്ന് വന്നു. പിന്നെ ഒരു ചെറിയ ആംബുലൻസ് വന്നു. മൊത്തം 3 ആംബുലൻസിലായിട്ടാണ് എത്തിയത്. ഈ എൽ സി അറിയാമോ? അറിയാം. ഇവിടുത്തെ ഒരു സിസ്റ്ററിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവരും കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഓപ്പറേഷനായിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ചേച്ചിയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോഴാണ് അറിയുന്നത് മൂക്കിൻ്റെ ഭാഗത്തൊരു ഓപ്പറേഷനായിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. വീട് ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ് നേരത്തെ ഒരാൾ പറഞ്ഞു. അത് പാലത്തുള്ളിന്ന് വഴിക്ക് പോകുമ്പോൾ അത്തിക്കോട് പറഞ്ഞ സ്ഥലം, അവിടുന്ന് പുളിയമ്പറമ്പിലേക്ക് പോകുന്ന വഴിക്കാണ് അവരുടെ വീട്. അതിൻ്റെ കുറച്ചുള്ളിലേക്കായിട്ട്. ഈ വീട്ടിൽ നിന്ന് ഇവർ മക്കളെയും കയറ്റി വാഹനം സ്റ്റാർട്ടാക്കുന്ന സമയത്ത് തന്നെ സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് ദൃക്സാക്ഷികൾ ആരെയും നമുക്ക് ഇതുവരെയും കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദൃക്സാക്ഷികൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല. എന്തായാലും പോലീസൊക്കെ ഇവിടെ ഹോസ്പിറ്റലിലെത്തി അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മൂന്ന് പേര്, അതായത് എൽ സിയെയും എൽ സിയുടെ 2 മക്കളെയും എമിയും ആൽബിനെയും അടിയന്തരമായിട്ട് തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവർക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊള്ളലിന് മികച്ച ചികിത്സ നൽകുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവരെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നതെന്ന്. അപകടമുണ്ടായ ആ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാതാകുന്ന സ്ഥിതിയായിരുന്നോ? ഇവരുള്ളിൽ അകപ്പെടുകയായിരുന്നോ? അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദാരുണമായ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 മാസം മുൻപാണ് എൽ സിയുടെ ഭർത്താവ് മരണപ്പെട്ടത്. അതിനുശേഷം ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തി കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബത്തോടൊപ്പം പുറത്തേക്ക് പോകാൻ നിൽക്കുന്നതിനിടെയാണ് ഈ രീതിയിലൊരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അരുൺ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ അപകടം ഉണ്ടായപ്പോൾ, ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഈ കാറിനുള്ളിൽ അകപ്പെടുകയായിരുന്നോ? പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നോ? അങ്ങനെ നാട്ടുകാരൊക്കെ എത്തിയാണോ പുറത്തേക്ക് ഇറക്കുന്നത്? അതെ, ഈ 3 മക്കളെയും കയറ്റി എൽ സി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സ്ഫോടനം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. എൽ സിയുടെ അമ്മ ഈ കാറിനുള്ളിൽ കയറിയിരുന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല. അമ്മയാണ് നിലവിൽ ഈ സംഭവത്തിനൊരു ദൃക്സാക്ഷിയായിട്ട് ഉള്ളത്. മറ്റാരും ഇത് കണ്ടിട്ടില്ലെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരൊക്കെ ഈ സംഭവം അറിഞ്ഞ് അല്ലെങ്കിൽ ഈ സ്ഫോടന ശബ്ദം കേട്ട് ഓടിക്കൂടിയവരാണ്. അവരാണ് ഇവരെ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ 3 കുട്ടികളെയും കയറ്റി അമ്മ കാർ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ കാറ് കുറച്ച് നാളായിട്ട് എൽ സി ഉപയോഗിക്കുന്ന കാറാണെന്നുള്ളതാണ് പറയുന്നത്. ഭർത്താവിന് സുഖമില്ലാത്ത സമയത്ത് ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായിട്ടൊക്കെ തന്നെ ഭർത്താവിനെ കൊണ്ടുപോയിരുന്നത് ഈ കാറിലായിരുന്നു എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഈ ആശുപത്രിയിലെ നേഴ്സായിരുന്നു. അപ്പോൾ കാറ് കുറച്ച് നാളായിട്ട് എൽ സി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. CNG വാഹനമല്ലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. പെട്രോൾ വാഹനമായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ അപകട കാരണം എന്നുള്ളത് വ്യക്തമല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാറ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. 3 കുട്ടികളിൽ 2 കുട്ടികൾക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തത്. ഇളയ 2 കുട്ടികൾക്കാണ് പൊള്ളലേറ്റത്. ഒരു പക്ഷേ എൽ സിക്ക് ഗുരുതരമായി പൊള്ളലേറ്റത് ഈ 3 കുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരിക്കാം
അങ്ങനെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ഇതിലൊക്കെ ഒരു ദൃക്സാക്ഷിയുടെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് നിലവിൽ ആ ദൃക്സാക്ഷിയായിട്ടുള്ളത് എൽസിയുടെ അമ്മ മാത്രമാണ്. അമ്മയ്ക്ക് എന്തായാലും അമ്മ ഈ സമയത്ത് എൽസി വാഹനം സ്റ്റാർട്ടാക്കുന്ന സമയത്ത് വാഹനത്തിൽ കയറിയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൽസിയുടെ അമ്മയ്ക്ക് മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ കഴിയുന്നത്. നിലവിൽ പ്രാഥമികമായിട്ട് ഈ 3 പേരുടെയും ജീവൻ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് എത്രയും വേഗം വലിയൊരു അപകടം തന്നെയാണ്